ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്. ഞാനിന്നൊരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം കുറച്ച് ഗൗരവമായിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നു. വേറെ ഒന്നുമില്ല, സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ വിഷയങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ ഞാൻ എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അതതിൻ്റെ ഗൗരവത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര ഗൗരവമായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വരുന്ന പ്രോഗ്രാമുകൾ വേർതിരിക്കാൻ തീരുമാനിച്ചു. ആ ഒരു കാര്യം സസന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. സംഗതി കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പാചകം കലകൾ എന്തായാലും ഈ ചാനൽ തുടർന്ന് പോകുന്നുണ്ട്. അല്ലാതെ തന്നെ 3 ചാനലുകളുണ്ട്. ഒരു കോമഡി ഷോ രണ്ടാമത്തെ ചാനലാണ്. 3ാമത്തെ ചാനൽ ഗോഡ്സനാണ്. ആദ്യത്തെ ചാനലിൻ്റെ പേര് സോളമൻ അഡാട്ട് എന്നാണ്. അങ്ങനെ നിലവിൽ ഒരു 3 ചാനലുണ്ട്. ഈ ചാനലെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇന്നലെ തന്നെ ഒരു വാർത്ത കണ്ടപ്പോൾ അതിൻ്റെ ഒരു വാർത്തയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈ റീച്ചൊക്കെ പോകേണ്ടതിൽ നമുക്കിപ്പോൾ എല്ലാ സ്ഥലത്തും ചെന്നിട്ട് വീഡിയോ എടുക്കാനോ അതുപോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശേഷിയൊന്നും ആയിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഒരു ഓട്ടോ കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമ്മൾ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സഹകരിക്കണം. അപ്പോൾ ആദ്യത്തെ ചാനലിൻ്റെ പേര് സോളമൻ അഡാട്ട് എന്നാണ്. രണ്ടാമത്തെ ചാനലിൻ്റെ പേര് സോളമൻ ഷോ എന്നാണ്. അപ്പം ഇനി തൊട്ട് മിമിക്സ് പ്രോഗ്രാമുകൾ കാണണമെന്നുണ്ടെങ്കിൽ സോളമൻ ഷോ എന്ന സെർച്ച് ചെയ്താൽ മതി. സോളമൻ ഷോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വളിപ്പും അതുപോലെ തന്നെ പൊളിപ്പുമായിട്ടുള്ള ഒരു ജാതി കോമഡി, ഒരു ജാതി ഗടി, ഒരു ജാതി മഴ, ഒരു ജാതി മനുഷ്യന്മാർ ഒക്കെ ഒരു ജാതി, നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയണ പോലെ അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ കേൾക്കാം. ഗോഡ്സണിൽ ഞാൻ അറിഞ്ഞ ദൈവം, ഞാൻ അറിഞ്ഞ മനുഷ്യർ, ഞാൻ അറിഞ്ഞ വചനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഗോഡ്സൺ എന്ന ചാനലിൽ പറയുന്നുണ്ട്. അത് കുറച്ചും കൂടിയും സീരിയസ് ആണ്. കാരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തി പറയുമ്പോൾ അതൊരു സീരിയസ് അല്ലാതെ വരികയാണ്. അതായത് ഞാൻ പലതിലും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സീരിയസ് ആയിട്ട് നിന്നിട്ട് ഞാൻ സോളമൻ അഡാട്ട് അങ്ങനെ പറയുമ്പോൾ കോമഡി ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും അതിൻ്റെ കണ്ടൻറ്റുകളും ക്ലിയർ ആയിട്ട് പോകണില്ല. അപ്പം നീ ഏതിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ പോവുക. നീ പാചകത്തിലാണെങ്കിൽ പാചകത്തിൽ പോവുക, വാചകത്തിലാണെങ്കിൽ വാചകത്തിൽ പോവുക, വാതകത്തിലാണ് പോകണമെന്നുണ്ടെങ്കിൽ വാതകത്തിൽ പോവുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഏതിലാണെങ്കിൽ അതിൽ പോവുക. ഇപ്പം എനിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ഒരു ചാനലിട്ടു. കാരണം ഞാൻ അതിന് കുറച്ച് വർക്കുകളുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ വരെ സമയം കിട്ടിയില്ല. ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് നീ കല്യാണം കഴിക്കാഞ്ഞ്? നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒന്നല്ലോ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കഴിക്കുക, വെള്ളം കുടിക്കണല്ലേ. ഭക്ഷണം കഴിക്കുക, മരുന്ന് കഴിച്ചില്ലേ എന്ന് ചോദിക്കില്ലേ, ഇപ്പോൾ കല്യാണം കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്ന പോലെ അങ്ങനെ മറന്നു പോയിട്ടുള്ള ഒരു തിരക്കാണ്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ അത് മറന്നു. അങ്ങനെ ഒരു സാധനം കൂടി കഴിക്കാണ്ടെന്നുള്ളത് ഈ അവസാന നിമിഷത്തിലും മനസ്സിലാവണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയിൽ ഒരു ജാതി ഗടി. തൃശ്ശൂർ ഭാഷ പലപ്പോഴും ഞാൻ തിരുവനന്തപുരം അവിടേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഭാഷയുടെ കുറവുകൾ
കൂടുതലുകൾ മനസ്സിലാവണത്. കുറവുണ്ട്, കൂടുതലുണ്ട്. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും, ഇതെന്തിരപ്പി, ഇതെന്തിര് പറയണ്, ഇതെന്തിര് പൊളപ്പനായിണ്ട് കേട്ടാ, ഇതെന്തിര് പാട്. നേരെ മറിച്ച് പാലക്കാട് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാറി. ഓ കുട്ടിച്ചേക്കോ, ഇതെന്താ പറയണേ, ഇത് മനസ്സിലായില്ലോ, നിങ്ങൾ എവിടെ നിന്ന് വരണേ, അതാണ് ആ സോളം എന്നാണ് പേര്, നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ആളല്ലേ, ഓ നന്നായിണ്ട്, ഓ ഇതെന്താ കുട്ടിച്ചേക്കോ, അങ്ങനെ അവർ പറയും. ഇപ്പം നമ്മുടെ അവിടേക്ക് വരുമ്പോഴാണ് ഒരു ചേരിശേ ഇതെന്തൂട്ട് പരിപാടിയുണ്ട്, ഒരു ചേരിപ്പനിക്ക് വേറെ പണി നിൽച്ചേ, പിന്നെ ഒരു വെറുതെ ഇരുന്നിട്ടോ ഓരോന്ന് വിളിച്ചേ, വേറെ വല്ല കൈക്കൂട്ട് കളിക്കാൻ പോക്കൂട്ടേ, ഒരു ജാതി കിട്ടി. അപ്പോൾ ഓക്കെ, താങ്ക് യു.